Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെ പോകുന്നു നിങ്ങൾ ഇംഗ്ലീഷ് പഠനമൊക്കെ? എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക, സെൻറ്റൻസസ് എഴുതി വെക്കുക. സാധ്യത ഉള്ളപ്പോഴൊക്കെ ആളുകളോട് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 20 സെൻറ്റൻസസ് ആണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള 20 സെൻറ്റൻസസ്. പക്ഷേ 20 സെൻറ്റൻസസിൻ്റെ പ്രത്യേകത, നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ 20 സെൻറ്റൻസിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐ റിപ്പീറ്റ്, ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കിടക്കാൻ പോകുന്നത് വരെ നമ്മൾ ചെയ്യുന്ന 20ഓളം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നമ്മുടെ 6ാമത്തെ വീഡിയോയുടെ ലെസൺ 6 എന്ന് പറയുന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ലെസൺ 6ൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഡെയിലി റുട്ടീൻ. അപ്പോൾ അത് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഇന്നലെ ചെയ്ത കാര്യങ്ങൾ. അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ രാവിലെ 7 മണിക്ക് എണീറ്റു എന്ന ഇന്നലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എന്നുള്ളൊരു വാക്കറിയാം, യെസ്റ്റർഡേ. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക്? ഐ woke up at 7 o'clock yesterday. ഞാൻ ഇന്നലെ 7 മണിക്ക് എണീറ്റു. I woke up at 7 o'clock yesterday. Wake up എന്ന് പറഞ്ഞാൽ എണീക്കുക, woke up എന്ന് പറഞ്ഞാൽ എണീറ്റു കേട്ടോ. പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ വേർബും പാസ്റ്റ് ഫോമിലായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, കാരണം കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഐ woke up at 7 o'clock yesterday. ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ അതിന് മുമ്പ് ഞാനൊന്ന് പല്ല് തേക്കണം. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എൻ്റെ പല്ല് തേച്ചു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ ബ്രഷ്ഡ്. കണ്ടോ, ബ്രഷ്ഡ് ആണ്, ബ്രഷ് അല്ല. ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രഷ് എന്ന് വെച്ചാൽ പല്ല് തേക്കുക എന്നാണ്. അതുപോലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ആ സാധനത്തെ നമ്മൾ ബ്രഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ പല്ല് തേച്ചു എന്നെങ്ങനെ പറയും? ബ്രഷ്ഡ്. ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കുളിച്ചു. ജോലിക്ക് പോകുന്നതിന് മുമ്പ് കേട്ടോ. സോ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ ടുക്ക് എ ഷവർ ബിഫോർ ഗോയിങ് ടു വർക്ക്. ഐ ടുക്ക് എ ഷവർ ബിഫോർ ഗോയിങ് ടു വർക്ക്. ഐ ടുക്ക് ബാത്ത് എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനാണ് കേട്ടോ. ടേക്ക് എ ഷവർ, കുളിക്കുക എന്നുള്ളത്. ടേക്ക് ബാത്ത് ഈസ് ഈക്വൽ ടു ടേക്ക് എ ഷവർ. സോ ഐ ടുക്ക് എ ഷവർ ബിഫോർ ഗോയിങ് ടു വർക്ക്. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ചു. ഞാൻ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിച്ചു. ഞാൻ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിച്ചു. എങ്ങനെ പറയും? ഐ എയ്റ്റ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ. ഐ എയ്റ്റ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിച്ചു. ഐ എയ്റ്റ്. ഈറ്റ് ആണ് പ്രസൻറ്റ്, എയ്റ്റ് ആണ് പാസ്റ്റ് കേട്ടോ. ഐ എയ്റ്റ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ. ഞാൻ റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. വണ്ടി എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരുന്നായിരിക്കാം. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എങ്ങനെ പറയും? റെഡി ആയ ശേഷമാണ് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ഗെറ്റിംഗ് റെഡി. സോ ഐ വോക്ക് ടു ദ ബസ് സ്റ്റോപ്പ് ആഫ്റ്റർ ഗെറ്റിംഗ് റെഡി. ഐ വോക്ക്ഡ്. വോക്കാണ് പ്രസൻറ്റ്, വോക്ക്ഡ് ആണ് പാസ്റ്റ്. ഐ വോക്ക്ഡ് ടു ദ ബസ് സ്റ്റോപ്പ് ആഫ്റ്റർ ഗെറ്റിംഗ് റെഡി. ഐ വോക്ക് ടു ദ ബസ് സ്റ്റോപ്പ് ആഫ്റ്റർ ഗെറ്റിംഗ് റെഡി. റെഡി ആയ ശേഷം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഞാൻ 8:30 ആയപ്പോഴേക്കും ബസ് പിടിച്ചു, അല്ലെങ്കിൽ 8:30 ആയപ്പോഴത്തേക്കും എനിക്ക് ബസ് കിട്ടി എന്നൊക്കെ പറയുന്നില്ലേ? അത് വളരെ കാഷ്വലി ഇംഗ്ലീഷ് പറഞ്ഞൊരു എക്സ്പ്രഷനാണ് ടു ക്യാച്ച് എ ബസ്, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ 8:30 ആയപ്പോഴേക്കും ബസ് പിടിച്ചു. ഞാൻ ജോലിക്ക് പോകാനുള്ള ബസ് 8:30 പിടിച്ചു, അല്ലെങ്കിൽ 8:30 കിട്ടിയെന്ന് പറയുന്നു. എങ്ങനെ പറയുക? ഐ കോട്ട് ദ ബസ് ടു വർക്ക് അറ്റ് 8:30 AM. ഐ കോട്ട് ദ ബസ് ടു വർക്ക്, ജോലിക്ക് പോകാനുള്ള ബസ് കേട്ടോ. I caught the bus to work at 8:30 AM. I caught the bus to work at 8:30 AM. ഞാൻ 8:30 ജോലിക്ക് പോകാനുള്ള ബസ് പിടിച്ചു. പ്രൈവറ്റ് ബസ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പനി ബസ് ആയിരിക്കാം, എന്തായാലും കുഴപ്പമില്ല. I caught the bus to work. Okay? So let's move on. ഞാൻ 9 മണി തൊട്ട് 5 മണി വരെ വർക്ക് ചെയ്തു. എപ്പോഴാ? ഇന്നലെ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I worked from 9 AM to 5 PM yesterday. I worked from 9 AM to 5 PM yesterday. ഞാൻ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഇന്നലെ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഐ വർക്ക്ഡ് ഫ്രം 9 AM to 5 PM yesterday. ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണത്തിൻ്റെ വാക്കറിയാലോ, ലഞ്ചാണ്. കൂടെ വർക്ക് ചെയ്യുന്നവർ കൊളീഗ്സ്. സോ ഐ ഹാഡ് മൈ ലഞ്ച് വിത്ത് മൈ കൊളീഗ്സ് അറ്റ് നൂൺ. ഐ ഹാഡ് മൈ ലഞ്ച് വിത്ത് മൈ കൊളീഗ്സ് അറ്റ് നൂൺ. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊപ്പം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. ഐ ഹാഡ് മൈ ലഞ്ച് വിത്ത് മൈ കൊളീഗ്സ് അറ്റ് നൂൺ.
ഞാൻ ഉച്ച കഴിഞ്ഞപ്പം എൻ്റെ ഇമെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണല്ലേ, കാരണം പലപ്പോഴും ജോലിക്ക് പോകുന്നവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒഫീഷ്യൽ വരുന്ന മെയിലൊക്കെ ചെക്ക് ചെയ്യുക. സോ ആഫ്റ്റർനൂണ് ഞാൻ എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്തു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? I checked my emails in the afternoon. I checked my emails in the afternoon. എന്ന് പറഞ്ഞു നോക്കിക്കോളൂ. I checked my emails in the afternoon. എപ്പോഴും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ, കാരണം തുടക്കക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് നിങ്ങളുടെ വായ, അതായത് നിങ്ങളുടെ മൗത്തിനെ ഇംഗ്ലീഷിനോട് ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത്. സോ സ്പീക്കിംഗ് അലൗഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ണാടിന് മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഞാൻ 6 മണിക്ക് ഓഫീസിൽ നിന്ന് പോന്നു, ഓഫീസിൽ നിന്ന് പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഈ പോവുക എന്നൊക്കെയുള്ളതിനൊരു ടേം ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ. ലീവ് ദി ഓഫീസ്, ലീവ് ഹോം അല്ലേ? വീട്ടിൽ നിന്ന് പോവുക, ഓഫീസിൽ നിന്ന് പോവുക, ലീവ് എന്നാണ് അർത്ഥമേ. നിങ്ങൾ അവധിക്ക് പറയുന്ന ലീവ് അതേ വാക്ക് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ലീവ്, LEAVE. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് എന്താണ്? ലെഫ്റ്റ്. ലീവ് പ്രസൻ്റ് ആണ്, ലെഫ്റ്റ് ആണ് പാസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ 6 മണിക്ക് ഓഫീസിൽ നിന്ന് പോന്നു. I left the office at 6 o'clock in the evening. I left the office at 6 o'clock in the evening. അല്ലെങ്കിൽ 6 PM എന്നും പറയാം കേട്ടോ, കുഴപ്പമില്ല. I left the office at 6 o'clock in the evening. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഹെൽത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ് അല്ലേ? അപ്പോൾ പലരും വർക്ക് കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയി. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഞാൻ ജോലി കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയി. I went to the gym after work. I went to the gym after work. ഞാൻ ജോലിക്ക് ശേഷം ജിമ്മിലേക്ക് പോയി എന്ന് പറഞ്ഞു നോക്കിക്കോളൂ. I went to the gym after work. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഡിന്നർ കുക്ക് ചെയ്തു. അപ്പോൾ വൈകിട്ട് വീട്ടിലെത്തുക എന്നുള്ളതിനൊരു ടേം ഉണ്ട് കേട്ടോ, ടു ഗെറ്റ് ഹോം. ഓക്കെ, അതൊരു ടേമാണ്, വീട്ടിലെത്തുക, ടു ഗെറ്റ് ഹോം. സോ ഞാൻ വീട്ടിലെത്തിയ ശേഷം ഡിന്നർ കുക്ക് ചെയ്തു. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? I cooked dinner when I got home. I cooked dinner when I got home. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഡിന്നർ കുക്ക് ചെയ്തു. I cooked dinner when I got home. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. I cooked dinner when I got home. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം 1 മണിക്കൂർ TV കണ്ടു അല്ലേ? 1 മണിക്കൂർ ഞാൻ TV കണ്ടു. എപ്പോൾ? കിടക്കാൻ പോകുന്നതിന് മുമ്പ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? I watched TV for an hour before bed. I watched TV for an hour before bed. I watched TV for an hour before bed. An hour ആണ് കേട്ടോ 1 മണിക്കൂർ എന്ന് പറയുന്നത്. I watched TV for an hour before bed. അത് പറഞ്ഞു നോക്കിക്കോളൂ. I watched TV for an hour before bed. ഉറങ്ങുന്നതിന് മുമ്പ്, ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഞാനൊരു നോവൽ വായിച്ചു. ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ്, ഉറക്കത്തിലേക്ക് വീഴുക, അതിനൊരു ടേം ഉണ്ട് ഇംഗ്ലീഷിൽ, ടു ഫോൾ അസ്ലീപ്പ്. കേട്ടോ. അപ്പോൾ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഞാനൊരു ബുക്ക് വായിച്ചു എന്ന് എങ്ങനെ പറയുക? I read a book before falling asleep. I read a book before falling asleep. ഉറങ്ങുന്നതിന് മുമ്പ്, ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പ് ഞാനൊരു ബുക്ക് വായിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. I read a book before falling asleep. ഞാൻ 11 മണിക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? I turned off the lights at 11 PM. I turned off. Turn off എന്നാണ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പറയുക. ടേൺ ഓൺ ചെയ്യാന്നല്ല, ടേൺ ഓൺ എന്നാണ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ കേട്ടോ. ടേൺ ഓൺ, ടേൺ ഓഫ്. സോ I turned off the light at 11 PM. I turned off the light at 11 PM. ഞാൻ പിറ്റേ ദിവസം 6:30 എണീക്കാൻ വേണ്ടി എൻ്റെ അലാം സെറ്റ് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം 6:30 എണീക്കാനായിട്ട് എൻ്റെ അലാം സെറ്റ് ചെയ്ത് വെച്ചു. How do we say that in English? I set my alarm clock for 6:30 AM. I set my alarm clock for 6:30 AM. 6:30 വേണ്ടി ഞാൻ എൻ്റെ അലാം ക്ലോക്ക് സെറ്റ് ചെയ്തു. I set my alarm clock for 6:30 AM. ഞാൻ ഇന്നലെ ജോലിക്ക് പോയപ്പോൾ ഒരു നീല ഷർട്ടാണ് ധരിച്ചത്. ഓക്കെ, ഞാൻ ഇന്നലെ ജോലിക്ക് പോയപ്പോൾ ഒരു നീല ഷർട്ടാണ് ധരിച്ചത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? I wore a blue shirt to work yesterday. I wore a blue shirt to work yesterday. To work എന്ന് വെച്ചാൽ ജോലിക്ക് പോയപ്പോൾ എന്നാണ് കേട്ടോ അർത്ഥം. അതും ഒരു എക്സ്പ്രഷനാണ്, to work. I wore a blue shirt to work yesterday. I wore a blue shirt to work yesterday. ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പാട്ട് കേട്ടു. അത് നമ്മൾ എങ്ങനെ പറയുന്നത്? I listened to music on my way home. I listened to music on my way home. On the way home നമ്മൾ പറഞ്ഞു വീട്ടിലേക്ക് വരുന്ന വഴി കേട്ടോ. I listened to music on my way home. ഞാൻ ഈവനിങ്ങിൽ എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു. So I called my parents in the evening. I
I called my parents in the evening. I called my parents in the evening. ഞാൻ ഈവനിങ്ങിൽ, അതായത് വൈകിട്ട് എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു. സോ ഐ കോൾ മൈ പേരൻസ് ഇൻ ദി ഈവനിങ്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കുറച്ച് നേരത്തെ ഉറങ്ങാൻ പോയി. How do we say that in English? I went to bed early last night. കഴിഞ്ഞ രാത്രിയിൽ കുറച്ച് നേരത്തെ ഉറങ്ങാൻ പോയി. I went to bed early last night. സോ അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 20ഓളം സെൻറ്റൻസസ് ഉണ്ടായിരുന്നു. പല വാക്കുകൾ അതിനുള്ളിൽ വന്നിട്ടുണ്ട്, പല എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഹൗ വാസ് യെസ്റ്റർഡേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം if you wish to improve your English by communicating with an expert trainer, നമ്മുടെ ടീമിൽ, നമ്മുടെ പാനലിൽ ഇഷ്ടംപോലെ എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ഉണ്ട്. അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ട്രെയിനേഴ്സൊക്കെ രാവിലെ 9 മണി തൊട്ട് രാത്രി 11 മണി വരെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി 1-on-1 ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സോ യു കൻ കോൺടാക്ട് ദ നമ്പർ ബിലോ to talk to our course advisor to get to know more about our courses. അപ്പോൾ നമ്മുടെ കോഴ്സസിലൊക്കെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം, ലാംഗ്വേജ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം. All the very best. Keep practicing English. Keep communicating with everybody. Wish you a good day.